പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, കർത്താവെ, ഈ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇന്ന ഒരു ഭവനത്തിൽ ജനിക്കത്തില്ലായിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ പ്രതിസന്ധി ഇല്ലായിരുന്നു, ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇപ്രകാരം ഒരു കോഴ്സ് പഠിക്കാൻ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ ഒരു ജോലിക്ക് കയറിയില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ ഒരു മേഖലയിൽ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇനി ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതികൂലത്തിൻ്റെ അകത്തും ഒരു നന്മ കാണുവാൻ നമ്മൾ പ്രയത്നിക്കണം. പ്രതിസന്ധിക്കകത്ത് നിരാശപ്പെട്ടു പോകാതെ, അതില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കാതെ, അതിൻ്റെ അകത്തുള്ള നന്മ, കർത്താവെ, ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഉദ്ദേശം? കർത്താവെ, അങ്ങ് എന്നെ എന്ത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത്? അതിൻ്റെ പുറകിൽ കർത്താവെ, എനിക്കൊരു ഉദ്ദേശമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുവാൻ, ആ പ്രതികൂലത്തിൻ്റെ അകത്തൊരു നന്മ കാണുവാൻ നമുക്കൊക്കെ ഇടയാകണം. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. നമ്മൾ കടന്നു പോകുന്ന വേദനയിൽ നമുക്ക് ഒത്തിരിയധികം ചോദ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കും, കർത്താവ് അത് അനുവദിച്ചത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.